എല്ലാവർക്കും റിച്ചസ് ഗാർഡൻ ബ്ലോഗ്സിൻ്റെ പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വെറൈറ്റി വഴുതനകളുടെ കളക്ഷനുമായിട്ടാണ്. അപ്പോൾ ഇത് കണ്ടോ, ഒറ്റ വഴുതന മതി തോരൻ വയ്ക്കാൻ, അതുപോലെ 4 എണ്ണം മതി 1 കിലോ തൂക്കമായി. അപ്പോൾ നമുക്ക് 1.5 അടം കടയിൽ കൊണ്ടുപോയിട്ട് വിറ്റ് കാശാക്കുകയും ചെയ്യാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് അതിനു മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഒപ്പം വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവിധ വഴുതന വിത്തുകളും 20 രൂപ മുതൽ ലഭിക്കും. അതിനായി വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ദയവായി ഫോൺ കോളുകൾ. വഴുതന കൃഷി പ്രധാനമായിട്ടും വിത്തുകൾ മുളപ്പിച്ചിട്ട് നല്ല കരുത്തുള്ള തൈകൾ നോക്കി മാറ്റി നട്ടാണ് കൃഷി ചെയ്യാറുള്ളത്. അടിവളമായിട്ട് മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും എന്നിവയാണ്. അപ്പോൾ വളരുന്നതിനനുസരിച്ച് നമ്മൾ ജൈവവളം ഇടയ്ക്ക് നൽകുന്നത് നല്ലതാണ്. 2 ആഴ്ച കൂടുമ്പോൾ സ്യൂഡോമോണസ് ലായനി ഉപയോഗിക്കുക എന്നിവയൊക്കെയാണ് വഴുതന കൃഷിയുടെ പ്രധാന ഘട്ടങ്ങൾ. വഴുതന ഒരു ശീതകാല വിളയും ഒപ്പം വേനൽക്കാലത്തും നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാം. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും വഴുതന നന്നായിട്ട് വിളവ് കിട്ടും. ഏത് കൃഷി അറിയാത്തവർക്കായാലും പരീക്ഷിക്കാൻ പറ്റിയ ഒരു ഇനം പച്ചക്കറിയാണ് കേട്ടോ വഴുതന നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം, നന്നായിട്ട് കായ്ഫലം കിട്ടുകയും ചെയ്യും. ഇനി നമ്മുടെ തോട്ടത്തിൽ നിന്നും ഇല്ലിക്കൊമ്പൻ വഴുതന പരിചയപ്പെടാം. സാധാരണ വഴുതനേക്കാളും കൂടുതൽ നീളമുള്ളതും വണ്ണം കുറഞ്ഞതുമാണ് ഈ ഇനം വഴുതന. പിന്നെ നമ്മുടെ സാധാരണ വഴുതനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് ഇല്ലിക്കൊമ്പൻ വഴുതന. അടുത്തതായി പരിചയപ്പെടാം നമ്മുടെ ഓണാട്ട് വഴുതനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒറ്റ വഴുതന നല്ല തൂക്കമാണ്. അതായത് ഏകദേശം 250-300 ഗ്രാമിന് അടുത്ത് ഒരു വഴുതനയ്ക്ക് തൂക്കം വരും. അപ്പോൾ ഇത് നമുക്ക് ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരു തോരൻ വെക്കാം, 4 എണ്ണം ഉണ്ടെങ്കിൽ നമുക്കത് 1 കിലോ ആയി നമുക്ക് ഏകദേശം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമ്പോൾ കൊണ്ടുപോയിട്ട് വിറ്റ് കാശാക്കുകയും ചെയ്യാം. ഈ ഒരു ഓണാട്ട് വഴുതനങ്ങയ്ക്ക് കമ്പാരിറ്റീവ്ലി ഇതിന് ഫ്ലഷ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഓണാട്ട് വഴുതനയാണ്. നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു വഴുതന കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തവണ നട്ടാൽ മതി, 360 ദിവസവും വിളവ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് വഴുതന കൃഷിയുടെ ഒരു പ്രത്യേകത. പിന്നെ കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവാണ്, വിളവ് കൂടുതൽ കിട്ടും. അപ്പോൾ എല്ലാവരും വഴുതന കൃഷി ചെയ്യാത്തവർ വളരെ കുറവാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ വഴുതന ഇനത്തിൽപ്പെട്ട തന്നെ മറ്റൊരു കൃഷിയാണ് നിത്യവഴുതനയുടെ പർപ്പിളും ഗ്രീനും ഉണ്ട്. അതിൽ നമ്മുടെ കയ്യിൽ ഗ്രീൻ്റെ വിത്താണ് ഇപ്പോൾ ഉള്ളത്. നിത്യവഴുതനയുടെ പർപ്പിളിൻ്റെ വിത്ത് ഇപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിത്യവഴുതനയുടെ വിത്തുകൾ ആവശ്യമുള്ളവർക്ക് ചോദിക്കാം. നമുക്ക് സാധാ ഒരു വഴുതനയുടെ ടേസ്റ്റ് തന്നെയാണ് ഇതും. നമുക്ക് ഫ്രൈ ചെയ്യാൻ നല്ലതാണ്. അതുപോലെ അധികം മൂപ്പെത്തുന്നതിന് മുൻപായിട്ട് പറിച്ച് കഴിഞ്ഞാൽ തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. ഇനി കണ്ട നല്ല അസൽ മാലാക പോലെ ഇരിക്കുന്ന മാലാക വഴുതന, ഇത് കൊല കുത്തിയാണ് ഉണ്ടാകുന്നത്. ചിലത് വളരെ മാലാക വഴുതനകൾ കമ്പാരിറ്റീവ്ലി എന്താ പറയുക, വലിപ്പം കുറവാണ്. പിന്നെ ഇത് കൂടാതെ വെള്ള നീളൻ വഴുതനയുണ്ട്, വേറൊരു ഇനമാണ്. പിന്നെ വയലറ്റ് നീളൻ വഴുതന നമുക്ക് കൂടുതൽ വിളവ് കിട്ടുന്ന ഒരു കൃഷിയാണ് കേട്ടോ. വയലറ്റ് നീളൻ വഴുതന ഒരു ചെടിയിൽ തന്നെ ഒത്തിരി വയലറ്റ് നീളൻ വഴുതനകൾ ഉണ്ടായി കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ലോങ് വഴുതന, അതായത് ബ്ലാക്ക് അല്ല വയലറ്റും അല്ല എന്നൊരു നിറത്തിലാണ് ഈ ഒരു വഴുതനയുടെ കളർ വരുന്നത്. പിന്നെ പച്ച നീളൻ വഴുതന, നമ്മുടെ സാധാരണ നമ്മൾ കാണാറുള്ള കാറ്റഗറിയിലുള്ള പച്ച നീളൻ വഴുതന, ഇതിൻ്റെയും വിത്തുകൾ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വെള്ള ഉണ്ട വഴുതനയാണ്, അതായത് വെള്ള വൈറ്റ് റൗണ്ട് വഴുതന. ഇതും ഈ പറഞ്ഞ പോലെ എണ്ണം അധികം ഉണ്ടാവില്ല, പക്ഷെ അത് ഉണ്ടായി കിടക്കണം, കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ നമ്മുടെ വയലറ്റ് റൗണ്ട് വഴുതന കൂടാതെ തന്നെ സാമ്പാർ വഴുതന, അങ്ങനെ വഴുതനയുടെ ഒരുപാട് വെറൈറ്റീസ് ഇനിയും ഉണ്ട്. ഒത്തിരി വെറൈറ്റീസ് ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും വഴുതന വെറൈറ്റീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ പറയാൻ വിട്ടുപോയ വഴുതന വെറൈറ്റീസാണ് നമ്മുടെ ഡബിൾ ഷെയ്ഡ് വഴുതനകൾ, അതായത് വയലറ്റിൽ വൈറ്റ് കയറി വരുന്നതും അതുപോലെ പച്ചയിൽ വെള്ള നിറം കയറി വരുന്നതുമായ ഡബിൾ ഷെയ്ഡ് വഴുതനകളും അവൈലബിൾ. അങ്ങനെ കയ്യിൽ കിട്ടിയ വഴുതന വെറൈറ്റീസ് എല്ലാം നമ്മൾ കൃഷി ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ചു. ഇനി ഇതിൻ്റെ വിത്തുകൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുകൾ ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ ഒരു ഹായ് അയക്കാം. ഹായ് അയച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു കാറ്റലോഗ് ലഭിക്കും. ആ കാറ്റലോഗിൽ നിന്നും ആവശ്യമായ വിത്തുകൾ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് കാർട്ടിൽ ആഡ് ചെയ്ത് അറിയാം. പച്ചക്കറി വിത്തുകൾ മാത്രമല്ല, പൂച്ചെടി വിത്തുകൾ, 10 മണി ചെടിയുടെ വിത്തുകൾ, ഇതെല്ലാം നമ്മളിലൂടെ ലഭിക്കും. ഇത് കൂടാതെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി, മുഖകാന്തി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ ക്രീം നിറത്തിലുള്ള പൊടിയും, പിന്നെ ഇഞ്ചി വിത്ത്, മഞ്ഞൾ വിത്ത്, ഇതെല്ലാം ഒരു 50-ലധികം തരം മുളക് വെറൈറ്റീസിൻ്റെ വിത്തുകളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഒരുമാതിരിപ്പെട്ട എല്ലാ വഴുതന വെറൈറ്റീസും നമ്മൾ പരിചയപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.